തിരുവാഭരണ പാതയിലെ അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ നടപടികൾ പുനരാരംഭിച്ചു. തിരുവാഭരണ പാത സംരക്ഷണ സമിതിയുടെ പരാതിയെ തുടർന്നാണ് നടപടി. ഒഴിപ്പിക്കൽ പുനരാരംഭിച്ച വിവരം റാന്നി തഹസിൽദാറാണ് അറിയിച്ചത്. നിതിൻ തോമസ് വിവരങ്ങൾ നൽകും. എങ്ങനെയാകും നിതിൻ ഈ അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുക? അനധികൃത കയ്യേറ്റങ്ങൾ ഇപ്പോൾ ഒഴിപ്പിച്ചു തുടങ്ങി എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. റാന്നി തഹസിൽദാരുടെ കത്തിലൂടെയാണ് നമുക്ക് ഇത്തരത്തിൽ ഇത് നടപടി എടുത്തു തുടങ്ങിയെന്ന് അറിയുന്നത്. നാളെയും ഇതിന്റെ ഒഴിപ്പിക്കൽ പുരോഗമിക്കും. 1986 മുതലാണ് ഈ ഒരു നിയമ പോരാട്ടം ആരംഭിച്ചത്. അതിനുശേഷം 2009 തിരുവാഭരണ പാത സംരക്ഷണ സമിതി രൂപീകരിച്ചു. അതോടുകൂടിയിട്ടാണ് പിന്നീട് ഇതിന്റെ നിയമ സാധ്യതകളൊക്കെ തേടിയത്. അന്ന് ജില്ലാ കളക്ടറായിരുന്ന ശ്രീ ടി ആന്റണി IAS നിർദ്ദേശപ്രകാരം നടത്തിയ സർവേയിൽ കോഴഞ്ചേരി, റാന്നി താലൂക്കുകളിലായി 43 കിലോമീറ്റർ ദൈർഘ്യമുള്ള തിരുവാഭരണ പാതയിൽ 485 കയ്യേറ്റങ്ങൾ കണ്ടെത്തിയിരുന്നു. എന്നാൽ പല കാരണങ്ങളാൽ, ഭരണപരമായ കാരണങ്ങളാലും ഒക്കെ വിവിധ നിയമ നടപടികളാലും പൂർണ്ണമായിട്ട് ഇത് ഒഴിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല. തുടർന്ന് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ഹൈക്കോടതിയിൽ നിന്നും ഹൈക്കോടതി വ്യക്തമായിരിക്കും ഒരു കൂടിയിട്ടാണ് ഇപ്പോൾ ഇത് വീണ്ടും പുനരാരംഭിച്ചിരിക്കുന്നത്. ശരി.